അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഇന്റഗ്രേഷനിലുള്ള ഫസ്റ്റ് ചാപ്റ്റർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? പറവകൾ പാറി. അതായത് പറവകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ പക്ഷികളാണ് അല്ലേ? നമ്മുടെ കിളികളാണ്. അപ്പോൾ പറവകൾ പാറി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ, ഒരു കുഞ്ഞു പാട്ടൊക്കെ മക്കൾക്ക് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇന്നത്തെ ഈ വീഡിയോയിൽ മിസ് വന്നിട്ടുള്ളത് നമ്മുടെ പക്ഷികളെ, നമ്മുടെ കിളികളെ അല്ലേ, നമ്മുടെ പറവകളെ പറ്റിയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കറിയാം അല്ലേ, നമ്മുടെ ചുറ്റും നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പക്ഷികളെ നമ്മൾ കാണാറുണ്ട് അല്ലേ? ഒരുപാട് നിറങ്ങളിലുള്ള പക്ഷികൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരെല്ലാവരും എന്താണ്? വ്യത്യസ്ത ശബ്ദം പുറപ്പെടുവിക്കുന്ന ആളുകളാണ് അല്ലേ? നമുക്കറിയാം പല രീതിയിൽ പറക്കുന്ന ആളുകളാണ്. കാണാൻ ഒരുപോലെയല്ല, ശബ്ദം ഒരുപോലെയല്ല, വലുപ്പം നോക്കുകയാണെങ്കിലോ അവിടെയും ഒരുപാട് വലുപ്പമുള്ള പക്ഷികളുണ്ട്, കുഞ്ഞു പക്ഷികളും ഉണ്ട് അല്ലേ? അപ്പോൾ പല രീതിയിലുള്ള പക്ഷികൾ എവിടെയുണ്ട്? നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ നമ്മൾ കാണുന്നത് മാത്രമാണോ, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ടൈപ്പ് പക്ഷികൾ മാത്രമേ ഉള്ളൂ? അല്ല അല്ലേ, നമ്മൾ ചിത്രങ്ങളിലൂടെയൊക്കെ കണ്ടിട്ടുള്ള അങ്ങനെയുള്ള പക്ഷികളും അല്ലേ, വേറെ കുറേ നാട്ടിലുള്ള പക്ഷികളും ഒക്കെ എന്താണ്, ഇടയ്ക്കൊക്കെ നമ്മളെ നാട്ടിലേക്കും സഞ്ചരിച്ച് വരാറുണ്ട്. അപ്പോഴും നമ്മൾ കാണാറുണ്ട്. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വീഡിയോകളിലൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പല 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 വെറൈറ്റി പക്ഷികളെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അല്ലേ? ഏറ്റവും ആദ്യം പറയാനുള്ളത്, നമ്മൾ പറഞ്ഞ പോലെ പല നിറങ്ങളിലുള്ള പക്ഷികൾ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അതായത് ഈ പക്ഷികൾക്ക് തൂവലുകൾ ഉണ്ടാവുമല്ലോ. നമ്മളൊന്ന് ചുമ്മാ മുറ്റത്തൂടെയോ അല്ലെങ്കിൽ നമ്മുടെ പറമ്പിലൂടെയോ ഒക്കെ പോയാൽ തന്നെ നമുക്ക് കുറേ തൂവലുകൾ ശേഖരിക്കാൻ പറ്റും അല്ലേ? ഈ തൂവലുകളുടെ ഒക്കെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? തൂവലുകൾക്കൊക്കെ വളരെ 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 കുറഞ്ഞ ഭാരേ ഉണ്ടായിരിക്കുള്ളൂ. നമ്മളൊന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ പറന്നു പോകും അല്ലേ? അതായത് അത്രയും എന്താണ്, ഭാരം കുറവായിരിക്കും. തൊടുന്ന സമയത്ത് ഭയങ്കര മിനുസായിരിക്കും അല്ലേ? ഒരു എണ്ണമയൊക്കെ ഉള്ള പോലെ ആയിരിക്കും. നമ്മളൊക്കെ ഡ്രസ്സൊക്കെ ഇടാറുണ്ട് അല്ലേ? അതേപോലെ നമ്മുടെ കിളികളുടെ വസ്ത്രമാണ് എന്ത്? നമ്മുടെ തൂവലുകൾ എന്ന് പറയുന്നത്. അത് അവനെ എന്ത് ചെയ്യുന്നുണ്ട്? പൊതിഞ്ഞ് സംരക്ഷിക്കുന്നുണ്ട് അല്ലേ? അതുകൊണ്ട് തന്നെ എന്താണ്, ഈ പറക്കാൻ വേണ്ടി മാത്രമല്ല തൂവലുകൾ, അതിനെ സംരക്ഷിക്കാൻ കൂടെ ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ആര് സഹായിക്കുന്നുണ്ട്? നമ്മുടെ തൂവലുകൾ ഈ കിളികളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇനി ഇതേ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, പക്ഷികൾ എന്താണ്, മുട്ടയിടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? കോഴിമുട്ടയും താറാമുട്ടയും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ മുട്ടകളെല്ലാം ഒരേ വലുപ്പമുള്ളവയാണോ? ഒരിക്കലും അല്ല അല്ലേ? വ്യത്യസ്ത വലുപ്പത്തിലുള്ള വ്യത്യസ്ത നിറങ്ങളിലുള്ള മുട്ടകളാണ് ആർക്കുള്ളത്? നമ്മുടെ കിളികൾക്കുള്ളത്. ഇനി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മുടെ പാരൻസിന്റെ അടുത്തും ഫ്രണ്ട്സിന്റെ അടുത്തും ഒക്കെ സംസാരിക്കാറുണ്ട് അല്ലേ? ഇതേപോലെ നമ്മുടെ പക്ഷികൾ വ്യത്യസ്ത ശബ്ദങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ആശയവിനിമയം നടത്തുന്നത്. അവരവരുടെ കാര്യങ്ങൾ മറ്റുള്ളവരെ അല്ലേ, അവരുടെ പാരൻസിനെ അതേപോലെ അവരുടെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ എന്ത് ചെയ്യുന്നത്? കാര്യങ്ങൾ പറയുന്നത്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്ഥിരമായിട്ട് നമ്മുടെ നാട്ടിലുള്ള പക്ഷികളല്ലാതെ മറ്റു സ്ഥലങ്ങളിലുള്ള പക്ഷികളൊക്കെ വല്ലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? നമ്മുടെ നാട്ടിലേക്കൊക്കെ പറന്നു വരാറുണ്ട് അല്ലേ? നെക്സ്റ്റ് ഒരു കാര്യം പറയുകയാണെങ്കിൽ, എന്താണ് നമ്മുടെ കിളികൾ ആഹാരമാക്കുന്നത്? ചെറിയ 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 ജീവികളെയും പഴങ്ങളെയും നെന്മണി പോലെയുള്ള നമ്മുടെ ധാന്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പക്ഷികൾ കഴിക്കാറുണ്ട്. പല രീതിയിൽ പക്ഷികൾ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് എല്ലാവർക്കും അല്ലേ, മറ്റ് ജീവജാലങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യുന്നുണ്ട്? പ്രയോജനം ചെയ്യുന്നുണ്ട്. അപ്പം ഇതാ പക്ഷിയുമായിട്ട് ബന്ധപ്പെട്ട, പറവകളുമായിട്ട് ബന്ധപ്പെട്ട കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതേപോലെയുള്ള വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും കാണാം. അതുവരെ ബൈ.